ഹലോ എവരിവൺ, നിയോസ് കോളേജിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു പാഠം നോക്കുന്ന കേട്ടോ. എല്ലാവർക്കും എളുപ്പമുള്ള സബ്ജക്റ്റ് ആണ് കമ്പ്യൂട്ടർ, പക്ഷെ എല്ലാവർക്കും പേടിയുള്ള സബ്ജക്റ്റും കമ്പ്യൂട്ടറാണ്. ഓക്കെ, ഇതിന്റെ ഉപയോഗം എന്താണെന്നുള്ളത് മനസ്സിലായി, ഇത് എന്താണ് സംഭവം എന്നുള്ളതും മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ടോപ്പിക്കിലോട്ട് വരാം. വാട്ട് ഈസ് വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ളത്. വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. ഇത് എന്തിനു വേണം എന്ന് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി മാത്രമാണ് ഈ പ്രോഗ്രാം യൂസ് ചെയ്യുന്നത്. സോ നമ്പർ 1 ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വേർഡ് പ്രോസസ്സിംഗ്? എക്സ്പ്ലെയിൻ വേർഡ് പ്രോസസ്സിംഗ്. അല്ലെങ്കിൽ നിങ്ങളോട് പറയാണ് ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വേർഡ് ഒന്ന് ഓപ്പൺ ആക്കാൻ പറയും. ഈ വേർഡ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും, നിങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ആക്കിയിട്ട് വേർഡ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്താൽ മതി. അതൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ അതിന്റെ സവിശേഷത അഥവാ ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സ് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ഇതിന്റെ ഉപയോഗങ്ങളാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഉപകാരമാണ് തോന്നുന്നത് അതൊക്കെ നമുക്കിവിടെ ഫീച്ചേഴ്സ് ആയിട്ട് എഴുതി കൊടുക്കാൻ പറ്റും. ഞാൻ 2 ഉപകാരം പറഞ്ഞു. നമ്പർ 1 എന്താ, എനിക്ക് കുട്ടികൾക്കുള്ള മെറ്റീരിയൽ പഠിക്കാനുള്ള കണ്ടന്റ് ഒക്കെ എഴുതി വെച്ചിട്ട് ഞാൻ എന്താ PDF ആയിട്ട് അയച്ചു തരും. അതിന് അത് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു ലെറ്റർ ചെയ്താൽ അല്ലെങ്കിൽ ഗവൺമെന്റിക്ക് ഒരു മെയിൽ കൊടുക്കാനൊക്കെ ഞാൻ അത് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് കാര്യം. ഇനിയിപ്പോൾ ഇത് മാത്രമൊന്നല്ല കേട്ടോ മക്കളെ, ഇതിൽ നമുക്ക് ചാർട്ട് വരക്കാം, കോളം വരക്കാം, നമുക്ക് ടേബിളുകൾ ഉണ്ടാക്കാം, ടൈം ടേബിൾ വെക്കാം. എനിക്കിത് ഒരുപാട് രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്കും ഇത് വർക്ക് ചെയ്യുന്ന ആളുകളാവുമ്പോൾ നമുക്കിപ്പോൾ ഒരു കടയിൽ പലചരക്ക് കടയിൽ എന്തൊക്കെ കണക്കുകളൊക്കെ എഴുതി വെക്കാൻ, കോളമാക്കാനും അതിന്റെ ഗ്രോത്ത് ഒക്കെ നോക്കാൻ, ചാർട്ട് വരക്കാനും എല്ലാ പരിപാടി ഇതിൽ നടക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നതും ഈ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നതും നിങ്ങൾക്ക് അറിയാവുന്ന മലയാളത്തിൽ എഴുതിയാൽ മതി, നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഒരു പറഞ്ഞു കൊടുത്താലും മതി, മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് ഡാറ്റ എൻട്രി, കമ്പ്യൂട്ടർ, ബേസിക് കമ്പ്യൂട്ടർ, ഈ പറഞ്ഞ കമ്പ്യൂട്ടറിന്റെ എന്തൊക്കെ അടിസ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചത്? വേർഡ് പ്രോസസ്സിംഗ്, എങ്ങനെ ഒരു വേർഡ് പ്രോഗ്രാം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നോക്കിയത്. അപ്പോൾ എന്താണ് വേർഡ് പ്രോസസ്സിംഗ് എന്ന് നോക്കി, എന്തൊക്കെയാണ് വേർഡ് പ്രോസസ്സിംഗിന്റെ സവിശേഷത നോക്കി, എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു വേർഡ് പ്രോഗ്രാം നമ്മൾ ഓപ്പൺ ആക്കുന്നത് പഠിച്ചു, എന്താണ് ഇൻസേർഷൻ പോയിന്റ് എന്ന് നോക്കി, എന്താണ് മൗസ് പോയിന്റർ എന്ന് നോക്കി, എങ്ങനെയാണ് ഡോക്യുമെന്റ് മാർക്കർ, എൻഡ് ഓഫ് ഡോക്യുമെന്റ് മാർക്കർ എന്താണെന്നുള്ളത് നോക്കി, അതുപോലെ തന്നെ മെനുവിന്റെ ഉപയോഗം, മെനു എന്താണെന്ന് മനസ്സിലാക്കി, എങ്ങനെ ഡോക്യുമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പഠിച്ചു, എങ്ങനെ ഡോക്യുമെന്റ് പാസ്വേഡ് മോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞു, അതേപോലെ റൂളേഴ്സിന്റെ യൂസ് എന്താ നോക്കി, മൾട്ടിപ്പിൾ കോപ്പീസ് എങ്ങനെ പ്രിന്റ് ചെയ്യാൻ നോക്കി, എന്താണ് ടൂൾ ബാർ എന്നതിനെ കുറിച്ച് നോക്കി, ഒരു ഡോക്യുമെന്റ് എങ്ങനെ അറേഞ്ച് ചെയ്യാന്നുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടു. അതേപോലെ ആ അറേഞ്ച് ഡോക്യുമെന്റിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞത്, ക്രിയേറ്റ് ചെയ്യാനും, ഓപ്പൺ എക്സിസ്റ്റിംഗ് ഫയൽ ഓപ്പൺ ചെയ്യാനും, സേവ് ചെയ്യാനും, സേവാസ് കൊടുക്കാനും, പ്രിന്റ് കൊടുക്കാനും, ക്ലോസ് ചെയ്യാനൊക്കെ പഠിച്ചു. അപ്പൊ ഈ ഒരു പാഠത്തിന് 2 ക്വസ്റ്റ്യൻ വരും. വാട്ട് ഈസ് വേർഡ് പ്രോസസ്സിംഗ്? എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓഫ് വേർഡ് പ്രോസസ്സിംഗ്. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേർഡ് പ്രോസസ്സിംഗ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാം. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഹൗ ടു അറേഞ്ച് എ ഡോക്യുമെന്റ് ഇൻ വേർഡ് പ്രോസസ്സിംഗ്. ഈ 2 ക്വസ്റ്റ്യൻസ് +2-ലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. 10ാം ക്ലാസ്സിലാണെങ്കിൽ ഇത് മലയാളത്തിൽ വരും. എങ്ങനെയാണ് വേർഡ് പ്രോസസ്സിംഗ് ഉണ്ടാക്കുക, അറേഞ്ച് ചെയ്യുക, എങ്ങനെയാണ്, എന്താണ് വേർഡ് പ്രോസസ്സിംഗ്, വേർഡ് പ്രോസസ്സിംഗിനെ കുറിച്ച് വിശദീകരിക്കുക, വിവരിക്കുക, ഇങ്ങനെയൊക്കെ മലയാളത്തിലും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്. സോ ഈ 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു സെക്ഷനിൽ വരുള്ളൂ. വെരി ഈസി. ഇത് കേട്ടിരുന്നാലും കണ്ടിരുന്നാലും മാത്രം പോരാ, പറ്റുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനും കൂടെ ശ്രമിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിഫൈഡ് ആവും.